നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല? സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. വയലിനിലൂടെ ആസ്വാദക മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ബാലഭാസ്കറിന്റെ അപകടവുമായി ബന്ധപ്പെട്ട നിർണായക വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സെപ്റ്റംബർ 25-ന് പള്ളിപ്പുറത്ത് വെച്ചായിരുന്നു ആ അപകടം നടന്നത്. തൃശൂർ വടക്കുനാഥ ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ പള്ളിപ്പുറത്ത് വെച്ചായിരുന്നു ഇവരുടെ വാഹനം അപകടത്തിൽപ്പെട്ടത്. മരത്തിലിടിച്ചായിരുന്നു അപകടം. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ തേജസ്വി മരിച്ചിരുന്നു. അപകടത്തിൽപ്പെട്ട ഇവരെ രക്ഷിക്കാനായി ആദ്യം ഓടിയെത്തിയത് KSRTC ഡ്രൈവറായ അജിയാണ്. അദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുള്ള കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ബാലഭാസ്കർ ആയിരുന്നു അപകട സമയത്ത് വാഹനം ഓടിച്ചതെന്നുള്ള കാര്യം ശരിവെക്കുകയാണ് അദ്ദേഹവും. ആറ്റിങ്ങൽ മുതൽ ബാലുവിന്റെ കാർ ബസ്സിന് മുന്നിലുണ്ടായിരുന്നു. പള്ളിപ്പുറം സിഗ്നലിന് ശേഷമുള്ള വളവ് കഴിഞ്ഞതോടെ അമിതവേഗത്തിലായ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ബസ് ഒതുക്കി കാറിനടുത്തേക്ക് ഓടി. മുന്നിൽ ഡ്രൈവർ സീറ്റിലിരുന്ന ബാലഭാസ്കർ ഡോർ തുറക്കാൻ ആവശ്യപ്പെടുന്ന പോലെ തലയനക്കിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞതായാണ് കുറിപ്പിലുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ ഇതിനോടം തന്നെ ഈ കുറിപ്പ് വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. ഗിയർ ലിവറിനടിയിൽ കിടന്ന കുട്ടിയെ കാറിന്റെ ചില്ല് പൊട്ടിച്ച ശേഷമാണ് പുറത്തെടുത്തത്. മുൻസീറ്റിലായിരുന്ന ലക്ഷ്മിയും പരിക്കുകളുമായി ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ നിസ്സഹായനായി എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു ബാലഭാസ്കർ. അപ്പോഴും അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു. അന്ന് രാത്രി തനിക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടില്ലെന്നും ഇപ്പോഴും ആ അപകടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ താൻ നടുങ്ങുമെന്നും അദ്ദേഹം പറയുന്നു. ഡ്യൂട്ടിയിലാണ് താനെന്ന കാര്യം മറന്ന് രക്ഷാപ്രവർത്തനത്തിനായി ചാടിയിറങ്ങുകയായിരുന്നുവെന്നും അജി പറയുന്നു. പിറകെ വന്നിരുന്ന മാരുതി 800 തടഞ്ഞു നിർത്തി വീൽ സ്റ്റാൻഡ് വാങ്ങിയതിനു ശേഷം കാറിന്റെ ചില്ല് പൊട്ടിച്ചാണ് ബാലഭാസ്കറിനെയും കുടുംബത്തെയും പുറത്തെടുത്തത്. ബസ്സിലുണ്ടായിരുന്ന 22 യാത്രക്കാരും രക്ഷാപ്രവർത്തനത്തിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. കാറിലുള്ളവരെ ആംബുലൻസിലേക്ക് മാറ്റി പോലീസിനെ വിവരമറിയിച്ചതിനു ശേഷം ചോരപുരണ്ട യൂണിഫോമായാണ് അജി വീണ്ടും ഡ്യൂട്ടി തുടർന്നതെന്ന് പോസ്റ്റിൽ പറയുന്നു. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.